ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആകെ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. എന്ത് ചെയ്യണമെന്നൊരെത്തും പിടിയും കിട്ടുന്നില്ല. അവൾ നേരെ ബാമാൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ടതിന് തൻ്റെ വിഷമങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ചന്ദ്രമതി ഇപ്പോൾ തന്നോട് പെരുമാറുന്ന രീതിയെക്കുറിച്ച് കേട്ടപ്പോൾ ബാമ അവളെ സമാധാനിപ്പിച്ചു. മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ചന്ദ്രയെ വിളിച്ചിട്ടൊന്ന് ഉപദേശിച്ചേക്കാം. ഞാൻ പറഞ്ഞ അവൾ കേൾക്കും, എനിക്കുറപ്പാണ്. നിൻ്റെയും സുധീരൻ കല്യാണം നടത്തിയത് ഞാനല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ എനിക്ക് ഇടപെടാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ചന്ദ്രമതിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ മരുമോളാണ് നീ. അതുകൊണ്ട് നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ആശ്വസിപ്പിക്കുകയാണ് ബാമാൻറ്റി. പിന്നീട് ചന്ദ്രമതി ബാമയെ കാണാൻ വരുമ്പോൾ ബാമ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അന്നേരം ചന്ദ്രമതി അവളോടങ്ങ് പൊട്ടിത്തെറിച്ചു. അവളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല. അവൾ എന്ത് വലിയ ഫ്രോഡാണെന്നറിയാമോ? എൻ്റെ സുധിയെ കൂടി അവൾ വഴി തെറ്റിച്ചു. 53 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഒരു വാക്ക് പോലും പറയാതെ രണ്ടുകൂടെ ചേർന്ന് കട തുടങ്ങി. സുധി പറയാമെന്ന് വെച്ചതായിരുന്നു, പക്ഷേ അവളാണ് സമ്മതിക്കാതിരുന്നത്. അന്നേരം ബാമാൻറ്റി പറഞ്ഞു, അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചന്ദ്രേ. സുധി ഇങ്ങനൊരു പണിയും കൂലിയുമില്ലാതെ നടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് തോന്നിയതായിരിക്കും. അതിന് ബാമേ, അവൾ സ്വന്തം വീട്ടുകാരോട് ചോദിക്കണമായിരുന്നു. അവളുടെ അച്ഛനുണ്ടല്ലോ, എന്നിട്ടെന്താ അവൾ വാങ്ങാതിരുന്നത്? അത് പിന്നെ അച്ഛൻ ജയിലിലല്ലേ എന്ന് ബാമ ചോദിച്ചപ്പോൾ ജയിലിലാണെന്ന് കരുതി പണം വേണ്ടെന്ന് വെക്കണമായിരുന്നോ എന്ന് ചന്ദ്രമതി തിരിച്ചു ചോദിച്ചു. അച്ഛൻ തന്ന പൈസ വെച്ചിട്ടാണ് കട തുടങ്ങിയതെന്നല്ലേ അവൾ കള്ളം പറഞ്ഞത്. രവിയേട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അവൾ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ആക്കി. ഈ സ്ഥാനത്ത് രേവതിയോ വർഷയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. രേവതി തന്നെയാണ് 100 വട്ടം ഭേദമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ന് ചന്ദ്രമതി തുറന്നു പറഞ്ഞു. ബാമ പറയുന്നുണ്ട്, പോട്ടെ ചന്ദ്രേ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിന്റെ മകൻ്റെ ഭാര്യയല്ലേ അവള്. സുധിയും ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരാളെ മാത്രം ഇങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയാണോ? അവളൊരു കോടീശ്വരൻ്റെ മകളല്ലേ. അവളുടെ അച്ഛനൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോടികൾ ഇങ്ങനെ ഒഴുകി വരും. അപ്പോൾ അവളെ നീ ഒരിക്കലും പിണക്കരുത്. അവളെ പിണക്കുന്നത് ബുദ്ധിയാണോ എന്ന് ബാമാൻറ്റി ചോദിച്ചു. ഒടുവിൽ ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്കെന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പക്ഷേ അവളെ ഇനി എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ബാമേ. എന്നാലും ഒരു തവണത്തേക്ക് ക്ഷമിക്കാൻ ബാമാൻറ്റി നിർബന്ധിച്ചു. ചന്ദ്രമതി തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ രവീന്ദ്രനും പറയുന്നുണ്ട്, നീ ഇങ്ങനെ ശ്രുതിയെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലെന്ന്. അവളോടൊന്ന് ക്ഷമിക്കാൻ പറയും. അന്നേരം ചന്ദ്രമതി ചോദിച്ചു, ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ഞാൻ ക്ഷമിക്കണമെന്നാണോ? എൻ്റെ ശ്രുതി എത്ര പാവമായിരുന്നു. അവനെ ചീത്തയാക്കിയത് അവളൊരൊറ്റ ഒരുത്തിയാണ്. ഉടനെ തന്നെ രവീന്ദ്രൻ പറഞ്ഞു, ശ്രുതി പാവമാണെന്ന് നീ ഇനി പറയരുത്. അവൻ പക്കാ തരികിടയാണെന്ന് നിനക്കിപ്പോഴും അറിയില്ലേ ചന്ദ്രേ. ചന്ദ്രമതി വിട്ടുകൊടുത്തില്ല. കല്യാണം കഴിഞ്ഞാൽ അവനെ നേർവഴിക്ക് നടത്തേണ്ടത് അവളല്ലേ. അതിന് പകരം അവളും കൂടി ചേർന്നിട്ട് നമ്മൾ അറിയാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയാൽ എങ്ങനെ പൊറുക്കും? കുറച്ചു കഴിഞ്ഞ് രേവതിയുടെ അടുത്തേക്ക് വന്ന് ചന്ദ്രമതി പറഞ്ഞു, എന്നെ ചതിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം, അതും മരുമോളുടെ അടുത്ത് നിന്ന്. അപ്പോൾ രേവതി ശ്രുതിയെ സപ്പോർട്ട് ചെയ്തു. അമ്മേ, അവൾക്ക് നല്ല വിഷമമുണ്ട്. അബദ്ധം ആർക്കും പറ്റില്ലേ, ഒന്ന് ക്ഷമിച്ചേക്കേ എന്ന് പറയും. ചന്ദ്രമതി പറയുന്നുണ്ട്, നീ ആയതുകൊണ്ടാണ് രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്നെ ഞങ്ങൾ എത്രമാത്രം ചീത്ത പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നിനക്കാരോട് ദേഷ്യമൊന്നുമില്ലല്ലോ. അത് നിന്റെ മനസ്സിൻ്റെ വലുപ്പമാണ്. പക്ഷേ എനിക്ക് അവളോട് അത്ര പെട്ടെന്നൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. അമ്മ ഇങ്ങനെ മാറുന്നത് ശ്രുതിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് രേവതി വീണ്ടും പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവൾ ആലോചനയിലായി. ചന്ദ്രമതിയും രവീന്ദ്രനും സംസാരിച്ചു കൊണ്ടിരിക്കെ ശ്രുതി അങ്ങോട്ടേക്ക് വന്ന് ചന്ദ്രമതിയുടെ കാൽക്കൽ വീണു. ആൻറ്റി, എന്നോട് ക്ഷമിക്ക്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഞാനൊരിക്കലും ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വീണ്ടും കരഞ്ഞു. രവീന്ദ്രനും കൂടെ പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്കത് സമ്മതിക്കേണ്ടി വന്നു. ആ നേരെ സച്ചി പറഞ്ഞു, ക്ഷമിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ എൻ്റെ അച്ഛൻ്റെ 53 ലക്ഷം രൂപ കൊണ്ടാണ് നിങ്ങൾ ആ കട തുടങ്ങിയത്. ശ്രുതിയല്ല ഇനി ആ കസേരയിലിരിക്കേണ്ട. കടയുടെ ഉടമസ്ഥനായ അച്ഛൻ തന്നെയാണ് മാനേജർ. അച്ഛൻ തന്നെ മാനേജറായിരിക്കണം. അത് കേട്ടപ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും ശരിക്കും അങ്ങ് ഷോക്കായി. ശ്രുതി ചോദിച്ചു, നീ എന്തൊക്കെയായി പറയുന്നത്? സച്ചി വിട്ടുകൊടുത്തില്ല. അതെ, എൻ്റെ അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ പണമല്ലേ അത്. അച്ഛൻ തന്നെ അവിടെ ഇരിക്കും. എന്നിട്ട് സച്ചി വർഷയോട് ശ്രീകാന്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ കസേര വേണോ എന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾക്കതൊന്നും വേണ്ട, അച്ഛൻ തന്നെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയും. ചന്ദ്രമതിക്കും അത് നല്ല കാര്യമായി തോന്നി. രവിയേട്ടൻ അവിടെ ഇരിക്കുന്നത് തന്നെയാണ് ശരിയെന്ന് അവളും പറഞ്ഞു. ഇത് കേട്ട് വല്ലാത്ത വിഷമത്തോടു കൂടി തന്നെ ശ്രുതിയും നേരെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയപ്പോൾ ശ്രുതിയെ കുറ്റപ്പെടുത്തി. ഇപ്പം സമാധാനമായല്ലോ. നിന്റെ അമ്മ എന്നെ തല്ലിയപ്പോൾ നീ മിണ്ടാതെ നോക്കി നിന്നില്ലേ. അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണിത്. ശ്രുതി പറഞ്ഞു, എടി, അമ്മ നിന്നെ തല്ലുമ്പോൾ ഞാൻ ഇടയിൽ കയറി നിന്നാൽ എനിക്കും ആ തല്ല് കിട്ടില്ലേ. അമ്മയുടെ സ്വഭാവം നിനക്കറിയാത്തത് കൊണ്ടാണ്. ശ്രുതി പറഞ്ഞു, അതെ, ഞാൻ പുറത്തുനിന്ന് വന്നവളാണല്ലോ. അപ്പോൾ പിന്നെ എന്നെ ആർക്കും കൊട്ടാം. പക്ഷേ ഒരു കാര്യം, എൻ്റെ ബുദ്ധി ഉപയോഗിച്ചാണ് ഞാൻ ആ പൈസ വാങ്ങിച്ചത്. ആ ഷോപ്പ് എങ്ങാനും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഉടനെ തന്നെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, ആ പൈസ എൻ്റെ രവിയേട്ടൻ്റെതാണ്. ഒന്നുകിൽ നിങ്ങൾ ആ പണം തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ രവിയേട്ടൻ തന്നെ അവിടെ ആ കസേരയിൽ കയറി ഇരിക്കുമെന്ന് പറഞ്ഞു. ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മേ, കട തുടങ്ങിയത് ഞാനല്ലേ എന്ന്.
പണം നിന്റേതല്ലല്ലോ എന്ന് ചന്ദ്രമതി മറുപടി കൊടുത്തു. നിന്റെ അച്ഛനോട് ചോദിച്ചിട്ട് 53 ലക്ഷം കൊടുത്തിട്ട് കട എടുത്തോളാൻ ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു. ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ഡാഡി ജയിലിലല്ലേ എന്ന്. ജയിലിലാണെങ്കിലും നിന്റെ ഇളയച്ചനോട് പറഞ്ഞ് പണം ശരിയാക്കാൻ ചന്ദ്രമതി കർക്കശമായി തന്നെ പറഞ്ഞു. അവൾ ആകെ പെട്ടുപോയൊരവസ്ഥയിലാണ്. സച്ചി തനിക്കിട്ട് പണി തരുമെന്ന് ശ്രുതിക്ക് നല്ല ഉറപ്പായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ശ്രുതിയും സുധിയും കടയിലേക്ക് പോയി. അപ്പോഴാണ് സച്ചി അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി സുധിയോട് കസേരയിൽ നിന്നും എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് രവീന്ദ്രനെ അവിടെ പിടിച്ചിരുത്തി. ഇനി എൻ്റെ അച്ഛനാണ് ഇവിടെയെല്ലാം. ഇവർ വേണമെങ്കിൽ വെറുമൊരു പണിക്കാരനായിട്ട് ഇവിടെ നിന്നോട്ടെ എന്ന് സച്ചി പറയും. സുധി ഇത് കേട്ട് ആകങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. മഹേഷിനെ കൊണ്ട് തന്നെ സച്ചി 2 മാലകൾ വരുത്തിച്ചു. ഒന്ന് രവീന്ദ്രനും മറ്റൊന്ന് ചന്ദ്രമതിയുടെയും കഴുത്തിലിട്ടു. രേവതിയാണ് ചന്ദ്രമതിയെ മാല അണിയിച്ചത്. ഇത് കണ്ട് ശ്രുതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. താൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം തന്നെ തൻ്റെ കൈവിട്ടു പോയല്ലോ എന്നൊരു വിഷമം അവൾക്കുണ്ടായിരുന്നു. അപ്പോഴാണ് അഭിലാഷ് സർ അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിക്ക് വലിയ ഡീലർഷിപ്പ് കൊടുത്തത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ശ്രുതി വേഗം കസേരയിൽ അങ്ങ് കയറിയിരിക്കാൻ നോക്കിയതും സച്ചി അതിന് സമ്മതിച്ചില്ല. അഭിലാഷ് സർ ചോദിച്ചു, ഇതെന്താ ഫാമിലി ഫംഗ്ഷനാണോ എന്ന്. കുറച്ചു കാലത്തേക്ക് ശേഷം കടയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ മാലയിട്ട് സ്വീകരിച്ചതാണെന്ന് രവീന്ദ്രൻ പറഞ്ഞു. അഭിലാഷ് സർ സച്ചിയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ശ്രുതിയോട് ഡീലർഷിപ്പിൻ്റെ കാര്യവും തിരക്കി. ആ സമയം കുറച്ച് സബ് ഡീലേഴ്സ് അങ്ങോട്ടേക്ക് കയറി വന്നു. ശ്രുതി അഡ്വാൻസ് വാങ്ങിയിട്ട് സാധനം കൊടുക്കുന്നില്ല എന്നും ഫോൺ എടുക്കുന്നില്ലെന്നും അവർ പറഞ്ഞ് ബഹളം വെച്ചു. അഭിലാഷ് സർ ഇടപെട്ട് സംസാരിച്ചപ്പോൾ കാര്യം പുറത്തായി. ജപ്പാനിൽ നിന്നും സാധനം വരാൻ വൈകിയത് കൊണ്ടാണെന്ന് പറഞ്ഞ് അഭിലാഷ് സർ അവനെ സമാധാനിപ്പിച്ചു തന്നെ പുറത്തേക്ക് വിട്ടു. എന്നിട്ട് ശ്രുതിക്ക് നേരെ തിരിഞ്ഞു. എടോ, നീ എന്താ ഈ പൈസ വാങ്ങിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇടാതിരുന്നത്? സച്ചി കാര്യങ്ങളെല്ലാം തന്നെ അഭിലാഷ് സാറിനോട് വിശദീകരിച്ചു. ശ്രുതി ആ പൈസ എടുത്ത് വീട് വാങ്ങിക്കാൻ നോക്കിയതാണെന്നറിഞ്ഞപ്പോൾ അഭിലാഷ് സാറിന് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. ഒരു ബിസിനസ്സുകാരൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? കിട്ടുന്ന ലാഭം വീണ്ടും ബിസിനസ്സിലിറക്കല്ലേ വേണ്ടത്? നിനക്ക് ഈ ഹസൈരിൽ ഇരിക്കാൻ ഇനി യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേയധികം ചീത്ത പറഞ്ഞു. രവീന്ദ്രനും സച്ചിയുള്ളത് കൊണ്ട് മാത്രം ഈ തവണ ഡീലർഷിപ്പ് തരുന്നു എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. ശ്രുതിയും സുധിയും ആകെ അപമാനിതരായി നിൽക്കുമ്പോൾ ആകെ സങ്കടത്തോടു കൂടെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ വിയർത്ത് നിൽക്കുമായിരിക്കും ശ്രുതി. അഭിലാഷ് സർ അവിടെ നിന്നും ഇറങ്ങിയതോടുകൂടെ തന്നെ ആ കടക്കുള്ളിൽ വലിയൊരു നിശബ്ദത പടർന്നു. ശ്രുതിയുടെയും ശ്രുതിയുടെയും മുഖം അങ്ങ് വിളറി വെളുത്തുകയാണ്. ചന്ദ്രമതി ദേഷ്യത്തോട് ശ്രുതിയെ നോക്കി ആഞ്ഞു വിളിച്ചു, നിനക്കെങ്ങനെ തോന്നിയടാ ഞങ്ങളെ ഇത്രമാത്രം ചതിക്കാനേ? അച്ഛൻ്റെ വിയർപ്പിൻ്റെ പൈസ നീ വീട് വാങ്ങാൻ ഉപയോഗിച്ചില്ലേ? ശ്രുതി തല താഴ്ത്തി നിന്നു. അവന് മറുപടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ശ്രുതി അടങ്ങിയിരിക്കാനൊന്നും തയ്യാറായില്ല. അവൾ പതുക്കെ പറഞ്ഞു, ആൻറ്റി, ഞങ്ങളൊരു നിക്ഷേപമായിട്ടാണ് കണ്ടത്. ശ്രുതിയെ ഈ കടയിൽ ഒരു പണിക്കാരനാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് കേട്ടപ്പോൾ സച്ചി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ശ്രുതി, ഈ കട ഇനി മുതൽ അച്ഛൻ്റേതാണ്. നിനക്ക് വേണമെങ്കിൽ ശ്രുതിയെ കൂട്ടിയിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാം. പക്ഷേ പോകുന്നതിന് മുൻപ് ആ 53 ലക്ഷം രൂപയുടെ കണക്ക് തീർക്കണം. ശ്രുതി അത് കേട്ടപ്പോൾ ആകെ വിറച്ചുപോയി. അവൾ ശ്രുതിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ വലിച്ചു. നമുക്ക് ഇവിടെ നിന്നും പോവാം ശ്രുതി. ഇവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വഴി നോക്കും. രവീന്ദ്രൻ ആ കസേരയിലിരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു, ശ്രുതി, നീ എൻ്റെ മകനാണ്. പക്ഷേ ബിസിനസ്സിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇനി ഈ കട ഞാൻ നോക്കിക്കോളാം. നിനക്ക് തെറ്റ് തിരുത്തണമെങ്കിൽ ഒരു സാധാരണ സെയിൽസ്മാനായിട്ട് ഇവിടെ നിനക്ക് ജോലി ചെയ്യാം. അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. ശ്രുതിക്ക് തൻ്റെ അഹങ്കാരം തകർന്നത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ശ്രുതിയൊന്നു നോക്കി. പക്ഷേ അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ സ്നേഹമല്ല, മറിച്ച് പരാജയപ്പെട്ടവനോടുള്ള പുച്ഛമായിരുന്നു. അവൾ ശ്രുതിയെ അവിടെ ഇട്ടിട്ട് വേഗത്തിൽ തന്നെ പുറത്തേക്ക് നടന്നു. ശ്രുതി അവളുടെ പിന്നാലെ ഓടി. അവർ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. കയ്യിൽ പണമില്ല, തല ചായ്ക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല. ശ്രുതി തൻ്റെ ഫോണെടുത്ത് ഇളയച്ചനെ വിളിക്കാൻ നോക്കിയെങ്കിലും ആരും തന്നെ ഫോണെടുത്തുന്നില്ല. താൻ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളെല്ലാം തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് അവൾ കണ്ടു. അതേസമയം ഷോപ്പിൽ സച്ചിയും രേവതിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. രേവതി അച്ഛൻ്റെ അരികിൽ ചെന്നിരുന്ന് പറഞ്ഞു, അച്ഛാ, അമ്മയോടും എനിക്കിപ്പോൾ ഒരു പരാതിയുമില്ല. എല്ലാം ശുഭമായി അവസാനിച്ചല്ലോ. ചന്ദ്രമതി രേവതിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. തൻ്റെ മരുമകളെ തിരിച്ചറിയാൻ വൈകിയതിൽ അവർക്ക് വലിയ കുറ്റബോധം തോന്നി. വർഷയും ശ്രീകാന്തും അച്ഛന് പുതിയ ഫയലുകളൊക്കെ കൈമാറി. കടയുടെ ആധാരം തിരിച്ചു പിടിച്ചതിൻ്റെ ആവേശത്തിൽ രവീന്ദ്രൻ സജീവമായി. പുറത്ത് നട്ടുച്ച വെയിൽ. ശ്രുതിയും സുധിയും എങ്ങോട്ടേക്കെന്നറിയാതെ ആകങ്ങനെ നടുങ്ങുകയായിരുന്നു. പണത്തിനോടുള്ള ആർത്തി മനുഷ്യനെ എവിടെ എത്തിക്കുമെന്ന് അവർക്കിപ്പോൾ ബോധ്യപ്പെട്ടു. ശ്രുതി പതുക്കെ ശ്രുതിയോട് ചോദിച്ചു, ഇനി നമ്മൾ എങ്ങോട്ടേക്ക് പോകുമെന്ന്. ശ്രുതി ഒന്നും മിണ്ടാതെ റോഡിലെ ട്രാഫിക്കിലേക്ക് നോക്കി നിന്നു. സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് മുന്നിൽ ഇനി ഒരു പുതിയ പോരാട്ടം തുടങ്ങേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് സത്യസന്ധമായിരിക്കുമോ? അതോ വീണ്ടും ചതിയുടെ വഴിയായിരിക്കുമോ? അതൊക്കെ കാലം തെളിയിക്കും. അങ്ങനെ ഒരു വലിയ തകർച്ചയുടെയും പുതിയൊരു തുടക്കത്തിൻ്റെയും കഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ചെമ്പനീർ പൂവിൽ ഇനി അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.